Today we are going to learn letter F. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? എഫ് എന്ന ലെറ്റർ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ തൊട്ട് മുമ്പേയുള്ള ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചത്? ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ ഇ, ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഇ. ഇയുടെ സൗണ്ട് എന്താണ്? എ. എന്താണ്? എ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാണ്? എഫ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാട്ടോ. ഈ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇ ഫോർ എഗ്, ഇ ഫോർ ഈഗിൾ, ഇ ഫോർ എൻജിൻ, ഇ ഫോർ ഇയർ, E for eye, E for elephant, E for elbow. എന്താ എൽബോ എന്നാൽ? കൈമുട്ടിന് പറയുന്ന പേരാണ് ഈ എൽബോ. ദാ ഈ ഭാഗമാണ് കേട്ടോ എൽബോ എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ഏതാണെന്ന് പറയണം. പറയൂലേ? നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദിസ്? What is this? This is a cat. This is a cat. Cat എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? സി ആണ് അല്ലേ? This is capital letter C. This is small letter C. അപ്പോൾ what is the sound of C? സിയുടെ സൗണ്ട് എന്താണ്? ഖ് ഖ് അല്ലേ? സ് ആണോ? അല്ല, ഖ് അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് ആൻ ആക്സ്. എന്താണ്? ആക്സ്. ആക്സ് എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഏതാണ്? എ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എ, ദിസ് ഇസ് സ്മോൾ ലെറ്റർ എ. കണ്ടോ? വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എ? അ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. What is this? What is this? This is a bag. This is a bag. Bag എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ബി. This is capital letter B. This is small letter B. ഇത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്റർ ആണ് കേട്ടോ. അതാരും മൈൻഡ് ചെയ്യണ്ട. ഇതെന്താണ്? ബി. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് ബി? ബിയുടെ സൗണ്ട് എന്താണ്? ബ. ബ അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഡ്രസ്. ഏതാണ്? ഡ്രസ്. ഡ്രസ് ഏത് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഡ്രസ്? ഡ്രസ്സിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഡി. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഡി, ദിസ് ഇസ് സ്മോൾ ലെറ്റർ ഡി. ഡിയുടെ സൗണ്ട് ഡ്. ഡ്. അപ്പൊ ഇന്ന് ഏത് ലെറ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്? എഫ് അല്ലേ? ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്, ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. ഇന്ന് പഠിക്കാനുള്ള ലെറ്റർ ഏതാണ്? എഫ്. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്, ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഇതാണ് ഫോക്സ്. എന്താണ്? ഫോക്സ്. ഫോക്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കോഴീനൊക്കെ പിടിച്ചു കൊണ്ടുപോകൂലേ ഫോക്സ്, ഡോഗ് അല്ലേ? അപ്പൊ ചിലർ കണ്ടിട്ടുണ്ടാവൂലേ. ഇല്ലെങ്കിൽ നിങ്ങളെ പാരൻസിനോട് ഫോണിൽ കാണിച്ചു തരാൻ പറയണം കേട്ടോ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫോക്സ്. ഫോക്സ് എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഏതായിരിക്കും? എഫ് ആയിരിക്കൂലേ? അത് ഉറപ്പാണ്. എഫ് ഓ എക്സ്. What is this? Fox. What is the first letter of fox? F. This is capital letter F, this is small letter F. What is the sound of F? F ന്റെ സൗണ്ട് എന്താണ്? ഫ്. 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 എന്താണ്? ഫ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ഇയും ഈ എഫും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ?
ആ, ഒരു ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇ എന്ന ലെറ്ററിന് ഇവിടെ ഒരു കാലുണ്ട്. അതേസമയം എഫ് എന്ന ലെറ്ററിന് കാലുണ്ടോ ഇവിടെ? ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ട്ടോ. അപ്പൊ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഫോക്സ്. ഫോക്സ് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എഫ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എഫ്? ഫ് ഫ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഫിഷ്. എന്താണ്? ഫിഷ്. ഫിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫിഷിനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എല്ലാവരും ഫിഷ് കഴിച്ചിട്ടുണ്ടാവൂലേ? നമ്മളെ ചോറിന് ബെസ്റ്റ് ആണല്ലേ ഫിഷ്. അപ്പൊ ഫിഷ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ എഫ് ആണ് അല്ലേ? ഐ എസ് എച്ച്. എന്താ വായിക്ക? ഫിഷ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫിഷ്? എഫ്. എന്താണ്? എഫ്. ഫ് ഫ് ഫിഷ്. എന്താണ് ഫിഷിന്റെ സൗണ്ട്? ഫ് 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 അല്ലേ? ഫിഷ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫിഷ്. ഫ് ഫ് ഫിഷ്. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. എഫ് ഫോർ ഫോക്സ്. എഫ് ഫോർ ഫിഷ്. അടുത്ത പിക്ചർ ഏതാണെന്ന് നോക്കിയാലോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫ്രോഗ് അല്ലേ? എന്താണ്? ഫ്രോഗ്. ഫ്രോഗ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ സംശയമില്ല എഫ് ആണ്. എഫ് ആർ ഒ ജി. എന്താ വായിക്ക? ഫ്രോഗ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ഫ്രോഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫ്രോഗ്? ഫ്രോഗിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ്. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എഫ്? എഫിന്റെ സൗണ്ട് എന്താണ്? ഫ് ഫ്. ഫ്രോഗ്. എൻ്റെ കൂടെ പറഞ്ഞ് ഫ് ഫ് ഫ്രോഗ്. എഫ് ഫോർ ഫ്രോഗ്. എഫ് ഫോർ ഫോക്സ്. എഫ് ഫോർ ഫിഷ്. ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫ്ലാഗ്. എന്താണ്? ഫ്ലാഗ്. എന്താ ഫ്ലാഗ് എന്ന് പറഞ്ഞാല്? ഓഗസ്റ്റ് 15-ന് എല്ലാവരുടെയും കയ്യിൽ ഈ ദേശീയ പതാക, അതായത് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാകും. എന്തിനാണ് നമ്മൾ ഫ്ലാഗ് കയ്യിൽ പിടിക്കുന്നത്? 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് നമ്മളെല്ലാവരും ആഗസ്റ്റ് 15 ആഘോഷിക്കുമ്പോൾ കയ്യിൽ പതാക പിടിക്കാറുണ്ട്. ഇനി ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കൂട്ടോ. ഫ്ലാഗ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ എഫ്. എൽ എ ജി. എന്താ വായിക്ക? ഫ്ലാഗ്. എന്താണ്? ഫ്ലാഗ്. ഈ ലെറ്റർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മളെ സ്മോൾ ലെറ്റർ എ ആണല്ലേ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫ്ലാഗ്? എഫ്. This is capital letter F. This is small letter F. What is the sound of F? F. F. എന്താണ്? F. F. Flag. F. F. Flag. F for flag. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ എന്തോന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. What is this? This is a finger. What is this? This is a finger. കണ്ടോ? എന്താണിത്? ഫിംഗർ. ഫിംഗർ എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഏതാണ്? എഫ്. എഫ് ഫോർ ഫിംഗർ. എഫ് ഫോർ ഫിംഗർ. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. ഒരു ഫിംഗർ ഉയർത്തിക്കേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ഫിംഗർ. വാട്ട് ഈസ് ദ സൗണ്ട് ഓഫ് എഫ്? എന്താണ്? ഫ് ഫ്. എന്താണ്? എഫ് ഫോർ ഫിംഗർ. ഫിംഗർ. കണ്ടോ? ഫ് ഫ് ഫിംഗർ. പറഞ്ഞു നോക്കൂ. ഫിംഗർ. ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാ ചെയ്യാറുണ്ട്? നമ്മൾ എഴുതാറുണ്ട്. പിന്നെയോ ഫുഡ് കഴിക്കാറുണ്ട് അല്ലേ? നമ്മളെ ബോഡി പാർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ ഫിംഗർ. എഫ് ഫോർ ഫിംഗർ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്?
നിങ്ങൾ അത്തിപ്പഴം കഴിച്ചിട്ടുണ്ടോ? ഇത് അത്തിപ്പഴമാണ് കേട്ടോ. എന്താണ് അത്തിപ്പഴം? നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് എന്ത്? അത്തിപ്പഴം. അത്തിപ്പഴത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിഗ് എന്നാണ്. എഫ് ഫോർ ഫിഗ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫിഗ്? എഫ്. എഫ് ഫിഗ്. വാട്ട് ഈസ് ദ സൗണ്ട്? ഫിഗ്. എൻ്റെ കൂടെ പറഞ്ഞ് ഫിഗ്. ദിസ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ദിസ് ഇസ് സ്മോൾ ലെറ്റർ എഫ്. ഇനി ഈ ഫിഗ് ഞാൻ എടുത്തിട്ട് അവിടെ ഞാനൊരു ഫാനിൻ്റെ ചിത്രം വെച്ചു. എഫ് എ എൻ. What is this? This is a fan. This is capital letter F. This is small letter f. What is the sound of F? Fan. F കൊണ്ട് ഒരുപാട് വാക്കുകൾ ഉണ്ട് കേട്ടോ. What is this? ഇതെന്താണ്? ഇതാണ് ഫ്രിഡ്ജ്. എന്താണ്? ഫ്രിഡ്ജ്. അപ്പൊ ഫ്രിഡ്ജ് എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ ലെറ്റർ എന്താണ്? എഫ് എന്നാണ് കേട്ടോ. എന്താണ്? എഫ്. എഫ് ഫോർ ഫ്രിഡ്ജ്. അപ്പോൾ എഫ് എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? എഫ് ഫോർ ഫോക്സ്, എഫ് ഫോർ ഫിഷ്, എഫ് ഫോർ ഫ്ലാഗ്, എഫ് ഫോർ ഫ്രോഗ്, എഫ് ഫോർ ഫാൻ, എഫ് ഫോർ ഫിഗ്, എഫ് ഫോർ ഫിംഗർ, എഫ് ഫോർ ഫ്രിഡ്ജ്. കണ്ടോ? ഇത്രയും വാക്കുകൾ നമ്മൾ എഫ് എന്ന ലെറ്റർ കൊണ്ട് പഠിച്ചതാണ് അല്ലേ? ഒന്നുകൂടി പറഞ്ഞ്. എഫ് ഫോർ ഫോക്സ്, എഫ് ഫോർ ഫിഷ്, എഫ് ഫോർ ഫ്ലാഗ്, എഫ് ഫോർ ഫ്രോഗ്, എഫ് ഫോർ ഫാൻ, എഫ് ഫോർ ഫിഗ്, എഫ് ഫോർ ഫിഷ്, എഫ് ഫോർ ഫ്രിഡ്ജ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഞാൻ ഒരുപാട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എഫ് ഏതെന്ന് കണ്ടുപിടിക്കാം. ഈസ് ദിസ് ലെറ്റർ എഫ്? ഇത് എഫ് എന്ന ലെറ്റർ ആണോ? യെസ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈസ് ദിസ് ലെറ്റർ എഫ്? നോ, ഇത് നമ്മൾ പഠിക്കാത്ത ഒരു ലെറ്റർ ആണ് കേട്ടോ. ഈസ് ദിസ് ലെറ്റർ എഫ്? യെസ്, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. ഈസ് ദിസ് ലെറ്റർ എഫ്? യെസ്, ഇതും സ്മോൾ ലെറ്റർ എഫ് ആണ് അല്ലേ? ഈസ് ദിസ് ലെറ്റർ എഫ്? ഇത് എഫ് എന്ന ലെറ്റർ ആണോ? നോ, ഇത് നമ്മൾ പഠിക്കാത്തൊരു ലെറ്റർ ആണ്, ലെറ്റർ എൽ. ഈസ് ദിസ് ലെറ്റർ എഫ്? എഫിനെ പോലൊക്കെ തോന്നും, പക്ഷേ എഫ് ആണോ? എഫ് ആകണമെങ്കിൽ ഇതിൻ്റെ ഇവിടുന്ന് ഈ കാല് ഒഴിവാക്കണം അല്ലേ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈസ് ദിസ് ലെറ്റർ എഫ്? യെസ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഈസ് ദിസ് ലെറ്റർ എഫ്? നോ, ദിസ് ഈസ് ലെറ്റർ എച്ച്. ഈസ് ദിസ് ലെറ്റർ എഫ്? യെസ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. 1 2 3 ക്യാപിറ്റൽ ലെറ്റർ എഫും 1 2 സ്മോൾ ലെറ്റർ എഫ് ഉണ്ട് അല്ലേ ഇവിടെ? ഇനി നമുക്ക് എഫ് എഴുതി പഠിച്ചാലോ? എങ്ങനെയാണ് എഫ് എഴുതുന്നത്? താഴോട്ടൊരു വര വരയ്ക്കുക, മുകളിലൊരു വലിയ വര, നടുവിലൊരു ചെറിയ വര. എഫ്. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇനി സ്മോൾ ലെറ്റർ എഫ് കണ്ടോളൂ കേട്ടോ. ഇതുപോലെ ഒരു കൊക്കയിടുക, എന്നിട്ട് നടുവിലായിട്ട് ഒരു വര വരയ്ക്കുക. ഇത് കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എഫിന് ബാക്കിലോട്ട് വരയില്ല കേട്ടോ. അതേസമയം കണ്ടോ, സ്മോൾ ലെറ്റർ എഫിന് ബാക്കിലോട്ടും മുമ്പിലോട്ടും നടുവിലൊരു വരയുണ്ട് അല്ലേ? താഴോട്ടൊരു വര വരയ്ക്കുക, മുകളിലൊരു വരയ്ക്കുക, നടുവിലൊരു ചെറിയ വര വരയ്ക്കുക. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എഫ് എങ്ങനെയാണ്? ഒരു കൊക്ക വരയ്ക്കുക, നടുവിലായിട്ട് ഒരു ചെറിയ വര. ദിസ് ഈസ് സ്മോൾ ലെറ്റർ എഫ്. താഴോട്ട് വരയ്ക്കുക, മുകളിലൊരു വര, നടുവിലൊരു ചെറിയ വര. സ്മോൾ ലെറ്റർ എഫ്. താഴോട്ടൊരു കൊക്ക വരയ്ക്കുക, നടുവിലൊരു ചെറിയ വര വരയ്ക്കുക. താഴോട്ട് വരയ്ക്കുക, മുകളിലോട്ട് അങ്ങോട്ടൊരു വര വരയ്ക്കുക,
നടുവിലൊരു വര. ഒരു കൊക്ക വരയ്ക്കുക, നടുവിലൊരു ചെറിയ വര ഇടുക. സ്മോൾ ലെറ്റർ F ആയി അല്ലേ. താഴോട്ട് വരയ്ക്കുക, മുകളിലൊരു വലിയ വര വരയ്ക്കുക, നടുവിലൊരു ചെറിയ വര. എന്നിട്ട് ഇതാ ഒരു കൊക്ക വരച്ചിട്ട് നടുവിൽ വരച്ചാൽ സ്മോൾ ലെറ്റർ F ആയി. ക്യാപിറ്റൽ ലെറ്റർ F എങ്ങനെയാണ്? താഴോട്ട് വരയ്ക്കുക, മുകളിലൊരു വലിയ വര, നടുവിലൊരു ചെറിയ വര. ഒരു കൊക്ക ഇടുക, നടുവിലൊരു ചെറിയ വര വരച്ചാൽ സ്മോൾ ലെറ്റർ F ആയി. അപ്പോൾ F എല്ലാവരും എഴുതാൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ലെറ്റർ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ. ഇനി ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ബേസിക് ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അറബി വേണമെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.